ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരിടത്തൊരു മത്സരം സംഘടിപ്പിച്ചു. മത്സരം ഇതായിരുന്നു: കത്തിച്ച തീയുമായി അതണയാതെ 100 മീറ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ സമ്മാനമായി ലഭിക്കും. ഈ മത്സരത്തിലേക്ക് അനേകർ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വന്നു. എന്നാൽ ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്ന കുറച്ച് ആൾക്കാർ ഇവരെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഇത് വർഷം 2024 ഈ 5G കാലഘട്ടത്തിൽ ഈ കത്തിച്ച തിരിയുമായി ഓടുവാൻ ഇവർക്ക് നാണമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരിഹസിക്കുമ്പോൾ ഇതൊന്നും ചെവിക്കൊള്ളാതെ അവർ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിച്ച് ഇവർ സമ്മാനം സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ 1000 രൂപയ്ക്ക് പുറമെ ഒട്ടനവധി സമ്മാനങ്ങൾ അവിടെ അവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവർ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിയപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തിയവരും പരിഹസിച്ചവരും മാറി നിന്ന് ദുഃഖിച്ചുകൊണ്ട് ഇവരെ നോക്കി. കാരണം ഇനി മറ്റൊരു മത്സരം ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു മത്സരത്തിൽ കൂടെയാണ് നമ്മളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന തീനാളം അണഞ്ഞു പോകാതെ ദൈവരാജ്യം എന്ന ഫിനിഷിംഗ് പോയിന്റ് കടന്ന് നിത്യജീവിതം എന്ന സമ്മാനം നേടുവാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴും സ്വർഗരാജ്യത്തിലെത്തുവാനും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ആ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലേക്ക് ഇടയ്ക്കോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവാകുന്ന തീനാളം നമ്മുടെ ജീവിതത്തിൽ എന്നും കത്തിജ്വലിക്കുവാൻ, അണഞ്ഞു പോകാതെ ആ പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തുവാനും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ എഴുന്നള്ളി വന്ന് വസിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.